കോളിഫ്ലവറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, മസാല എല്ലാം കൂടി ഞാൻ പുരട്ടി വെച്ചേക്കുക. 2 സവാള, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കാം. 2 ഉരുളക്കിഴങ്ങ് ഞാൻ അരിഞ്ഞ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി കോളിഫ്ലവർ ശരിയാക്കാം. പാത്രം വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് മുഴുവൻ മസാല എല്ലാ മസാലയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിട്ട് പയ്യെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് സവാളയും പച്ചമുളകും കൂടി ഇട്ട് വാട്ടാവുന്നു. സവാള നന്നായി വാടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞ് 2 തക്കാളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തക്കാളി അരിഞ്ഞ് നമുക്കൊന്ന് പതുക്കെ ക്രഷ് ചെയ്തെടുക്കാം. 1 സ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ചിക്കൻ മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടി നമുക്ക് നന്നായി വാട്ടി പച്ചമണം മാറുന്നത് വരെ നമുക്ക് വാട്ടാം കേട്ടോ. വാടിക്കളഞ്ഞ് നമുക്ക് അടിച്ച് വെച്ച സോസ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിനി കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്ത് വേവിച്ച ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുക. അതിലോട്ട് കുറച്ച് സ്വല്പം വെള്ളവും കൂടി നമുക്ക് ഒഴിക്കാം കേട്ടോ. ഇതിലോട്ട് ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇത് വെന്തല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇറച്ചിക്കറി വെക്കുന്നത് പോലെ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ചപ്പാത്തിയെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. കമൻറ്റ് ഇടണം കേട്ടോ ഇത് എങ്ങനെ ഉണ്ടെന്ന്. ലൈക്ക് തന്നെ എനിക്ക്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ബൈ.